ഹലോ ഗൈസ്, നിങ്ങളൊരു പുതിയ കാർ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ പുതിയ GST സ്കീം വന്നിട്ടുണ്ട്. അത് പ്രകാരം സെപ്റ്റംബർ 22 തൊട്ടിട്ട് നമ്മുടെ കാറുകൾക്കെല്ലാം GST 10% കുറവ് കിട്ടും. കറക്റ്റ് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിഫ്റ്റ് പോലുള്ള 1200 cc താഴെയുള്ള കാറുകൾക്ക് നേരത്തെ 28% GST എല്ലാ ടാക്സുകളും കൂടി നമ്മുടെ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. അത് നേരെ 18% ആയിട്ട് കുറയും. അതുപോലെ തന്നെ 1200-നും 1500 cc ഇടയ്ക്കുള്ള കാറുകൾ ലൈക്ക് ഈ ക്രെറ്റയൊക്കെ പോലുള്ള കാറുകൾക്കെല്ലാം നേരത്തെ 45% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 40% ആയിട്ട് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷറി കാർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം BM അല്ലെങ്കിൽ ഫോർച്യൂണറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ 50% ആണ് ടാക്സ് വന്നിരുന്നത്. അത് 10% കുറഞ്ഞിട്ട് 40% ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പെർസെൻറ്റേജ് നമുക്ക് എല്ലാത്തിനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10% വെച്ചിട്ട് നമുക്ക് ഫ്ലാറ്റ് GST ടാക്സിൽ നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ്, അതിൻ്റെ പ്രൈസിങ്ങും ലിസ്റ്റും പെർസെൻറ്റേജും വെച്ചിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ പുതിയ കാറുകൾ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവർ ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് മേടിക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ ചിലരൊക്കെ ചോദിക്കുന്ന ഡൗട്ടാണ്, കാർ ഷോറൂമുകാർ, കമ്പനിക്കാർ GST റേറ്റ് കുറഞ്ഞാലും കാറിൻ്റെ റേറ്റ് കുറയ്ക്കാതെ സെല്ല് ചെയ്യുന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ലീഗലി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരാരും അങ്ങനെ ചെയ്യത്തുമില്ല. കാരണം ഏതെങ്കിലും ഒരു ബ്രാൻഡുകാർ എന്തായാലും കുറയും. അപ്പോൾ അതുമായിട്ട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ ബാക്കി ബ്രാൻഡുകാരും കുറച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് സെയിൽസ് വേണമെങ്കിലും ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞ്, വെഹിക്കിൾസിൻ്റെ പ്രൈസ് കുറച്ച് സെല്ല് ചെയ്യണം, എന്നാലേ അവർക്ക് കൂടുതൽ സെയിൽസ് കിട്ടത്തുള്ളൂ. സോ അവരൊരിക്കലും അതുകൊണ്ട് ടാക്സ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് വെഹിക്കിളിൻ്റെ പ്രൈസ് കയറ്റി വെച്ച് സെല്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ആരും വിചാരിക്കേണ്ട. അപ്പോൾ ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം കാർ എടുക്കുക.